നമുക്ക് സമാധാനമുള്ളൊരു ജീവിതം കിട്ടണോ? സമാധാനത്തോടെ നിസ്കരിച്ചാൽ മതി. പക്ഷേ ഇന്ന് വരെ നമ്മൾ നിസ്കരിച്ചിട്ട് അള്ളാ എന്നുള്ളൊരു ചിന്ത നമ്മുടെ കൽബിൽ വന്നിട്ടുണ്ടോ? എൻ്റെ സഹോദരിമാരോട് ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈയ്യെട്ടുമ്പോഴേ നിങ്ങളുടെ കൽബിൽ ഭർത്താവിനെ കുറിച്ചുള്ള ചിന്ത വരാറില്ലേ? പിന്നെ ധാരാളമുണ്ട്. മക്കളെ ഓർക്കാറില്ലേ? പിന്നില്ലേ. ഭർത്താവിനെ കണ്ടിട്ടുണ്ട്, മക്കളെ കണ്ടിട്ടുണ്ട്. എപ്പോൾ നിസ്കരിക്കണതിൻ്റെ ഇടയിൽ അള്ളാനെ കണ്ടിട്ടുണ്ടോ? അള്ളാനെ കണ്ടിട്ടുണ്ടോ? അകക്കണ്ണുകൊണ്ട് അള്ളാനെ കണ്ടുകൊണ്ടുള്ളൊരു നിസ്കരിക്കാൻ കഴിഞ്ഞാൽ ലൈഫ് അടിപൊളിയായി. ജീവിതം മാറി മറിയും. പിന്നെ നമുക്ക് ഒരു ടെൻഷനും ഉണ്ടാവില്ല, ഒരു പ്രശ്നം ഉണ്ടാവില്ല. നമ്മുടെ ജീവിതം അത് മുഴുവൻ പോസിറ്റീവാകും, ഒരു നെഗറ്റീവ് ചിന്ത പോലും ഉണ്ടാവില്ല. അപ്പോൾ ഇന്നത്തെ ക്ലാസ് അള്ളാനെ അറിയാനുള്ള ക്ലാസ്സാണ്. അള്ളാനെ അറിയണ്ടേ നമുക്ക്? നമ്മളിങ്ങനെ നെഫ്സിൽ വന്ന് നിർത്തിയിട്ടുണ്ട് അല്ലേ? എങ്ങനെയാണ് അതിൻ്റെ കാര്യങ്ങളെന്ന് നമുക്കൊന്ന് പഠിക്കണം. എങ്ങനെ അള്ളാനെ കാണും? ഞാൻ എങ്ങനെ യാത്ര ചെയ്യണം? നമുക്ക് യാത്ര ചെയ്ത് റബ്ബിനെ കണ്ട് എല്ലാം നിറഞ്ഞെങ്ങനെ നിൽക്കണം അല്ലേ? അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകുമാറാകട്ടെ. എല്ലാവരിലേക്കും ഇത് എത്തിച്ചു കൊടുക്കണം കേട്ടോ. അള്ളാഹു എല്ലാവർക്കും ഖൈറും ബറക്കത്തും ചൊരിയുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? സന്തോഷമല്ലേ? എവിടെ പുഞ്ചിരിച്ചുകൊണ്ട് ഹംദ് പറഞ്ഞ് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇന്നലെ നമ്മൾ പഠിച്ചു അൽഹംദുലില്ലയുടെ ഒരു മഹത്വമൊക്കെ. അതുകൊണ്ട് ഒരു സങ്കടവും വേണ്ട. എത്ര വലിയ പ്രതിസന്ധിക്കിടയിൽ നിന്നിട്ട് എന്ത് പറയണം? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അല്ലേ? ഹംദിൻ്റെ ബർക്കത്തുകൊണ്ട് നല്ല ഹൃദ്യമായൊരു ജീവിതം, നല്ല പോസിറ്റീവ് വൈബുള്ളൊരു ലൈഫ് കാരുണ്യവാൻ നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ നമ്മൾ എങ്ങടാ യാത്ര പോണേ? അള്ളാഹുവിലേക്കാണ്. സമാധാനത്തോടെ നിസ്കരിക്കാൻ പറ്റണം. അതിലൂടെ ജീവിതം മുഴുവൻ സമാധാനം വന്നങ്ങ് നിറയണം. അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. അപ്പോൾ നമ്മൾ പറഞ്ഞു, നഫ്സിൻ്റെ പല ഘട്ടങ്ങളെക്കുറിച്ച് പറഞ്ഞു അല്ലേ? നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ പല ഘട്ടങ്ങൾ. വിശുദ്ധ ഖുർആൻ 3 ഘട്ടങ്ങളാക്കി അല്ലെങ്കിൽ 3 രൂപങ്ങളാക്കി മനസ്സിനെ വേർതിരിച്ചിട്ടുണ്ട്. ഏറ്റവും താഴെത്തട്ടിലുള്ളത് നഫ്സ് അമ്മാറ, ദുഷ്പ്രേരക മനസ്സ്. ഏറ്റവും തെമ്മാടിത്തരാണ് ഈ താഴേക്കിടയിലുള്ള മനസ്സ് നമ്മളെ പ്രേരിപ്പിക്കുകയുള്ളൂ. ആ മനസ്സിൻ്റെ ഉടമകളാണ് നമ്മൾ. അതൊന്ന് സ്ഫുടം ചെയ്തെടുത്താൽ പിന്നെ നമ്മൾ എത്തുന്നതാണ് നഫ്സ് ലവ്വാമ. അതൊരു മിഡിൽ പോർഷനാണ്. അതും സ്ഫുടം ചെയ്ത് നമ്മൾ മേലേക്ക് എത്തിക്കഴിഞ്ഞാൽ അതാണ് നഫ്സ് മുത്തുമഇന്ന. അതാണ് അള്ളാനെ പരിചയപ്പെടുത്തുന്ന ഇടം. അവിടെ വെച്ചാണ് നമ്മൾ അള്ളാനെ പരിചയപ്പെടുത്തുക, അള്ളാഹുമായിട്ട് മുനാജാത്ത് നടത്തുന്ന ഇടം. അതാണ് നിസ്കരിക്കാൻ വേണ്ടി കൈകെട്ടുമ്പോൾ എൻ്റെ റബ്ബൻ്റെ മുമ്പിലുണ്ട് എന്നുള്ളൊരു ബോധ്യത്തിൽ അള്ളാഹുവുമായിട്ട് സംസാരിച്ചുകൊണ്ട് നിസ്കരിക്കാൻ പറ്റുന്നൊരു അനുഭൂതി ഉണ്ടല്ലോ, അത് ആസ്വദിക്കാൻ കഴിയുന്നത് എപ്പോഴാ? നഫ്സ് മുത്തുമൈനയിലേക്ക് എത്തുമ്പോഴാണ്. മനുഷ്യന് പ്രകൃതിയുള്ള മനസ്സെങ്ങനെയാണ്? അത് ഭൗതികതയുമായിട്ട് കണക്റ്റഡാണ്. എത്ര വലിച്ചുകൊണ്ട് നമ്മൾ വന്നാലും അവൻ്റെ മനസ്സവിടെ തന്നെ നിൽക്കും. ഒരാളെ നമ്മൾ വലിച്ചു പറിച്ചുകൊണ്ട് പോയിട്ട് പള്ളിയുടെ അകത്തിട്ടു, എന്നാലും മനസ്സെവിടെയാണ്? മനസ്സ് പുറത്താണ്, ദുനിയാവിൻ്റെ അടുത്താണ്. വേണ്ടാന്നേ. നമ്മൾ ഇവിടുന്ന് മക്കത്ത് പോയി ഹറമിൽ കൊണ്ടുപോയി നമ്മുടെ ശരീരം ഇട്ടു, 15 ദിവസം അവിടെ കിടന്നു. മനസ്സെവിടെയാ? വീട്ടിലാ. പിള്ളേരുടെ കാര്യം, കെട്ടിയവൻ്റെ കാര്യം, ഇങ്ങനെ വല്ലതും തിന്നിട്ടുണ്ടാവുമോ? അല്ല ഈ കച്ചവടത്തിൻ്റെ കാര്യം, കുറച്ചോനെ ഇനി എപ്പോഴാണാവോ അടുത്ത ഫ്ലൈറ്റ്, എന്നാണ് അവർ തിരിച്ചു കൊണ്ടുപോകണത് അല്ലേ? ഇനി അങ്ങനെ ഒന്നും ചിന്തിച്ചില്ലെങ്കിലും മനസ്സിൻ്റെ അകത്ത് അള്ളയില്ലാത്തത് കൊണ്ട് തന്നെ നമുക്കൊരിക്കലും ഒരമലും ആസ്വദിക്കാൻ പറ്റൂല. അതുപോലെ തന്നെ മദീനത്ത് ചെന്ന് നിൽക്കുമ്പോൾ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുസവിധത്തിലാണ് ഞാൻ നിൽക്കണത് എന്നുള്ളൊരു ബോധ്യമൊന്നും ഉണ്ടാവില്ല. മനസ്സ് മുഴുവൻ ദുനിയാവാ. അതുകൊണ്ടല്ലേ ഹബീബിനെ പിന്നിലാക്കി അവിടെ നമുക്ക് സെൽഫി എടുക്കാനായിട്ട് മത്സരിക്കുകയാണ്. എന്നിട്ട് പോസ്റ്റ് ഇടുക മദദേ മദീന. എന്ത് ബാക്ക്ഗ്രൗണ്ടിൽ റസൂലുള്ളാഹിനെ എത്തിക്കൊണ്ട് സെൽഫി എടുത്തിട്ട് ഇവൻ്റെ ഒരു മഹബത്തിൻ്റെ പാട്ട് അടിയാ കൊടുക്കേണ്ടത് അല്ലേ? അതുപോലെ ഖബർസ്ഥാൻ, പള്ളിക്കാട്ടിൽ പോയി നിൽക്കുമ്പോൾ ഖബറിനെക്കുറിച്ച്, മഹ്ശറിനെക്കുറിച്ച്, അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റണില്ല. അവിടെ ദുനിയാവാ ചിന്ത. അപ്പോൾ നമ്മളെ പിടിച്ചു വലിച്ചു കൊണ്ടുപോയിട്ടാലും മനസ്സെവിടെയാ? മനസ്സ് കടയിലാണ്. അതല്ലേ നമ്മൾ ഓടിക്കതച്ച് നിസ്കരിക്കാൻ വരും, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കെട്ടിക്കഴിഞ്ഞാലും മനസ്സ് എവിടെ ഇരിക്കേ? കടയിലിരിക്കണേ. നമ്മൾ മാത്രമേ ഇവിടെ ഉള്ളൂ, പള്ളിയിലുള്ളൂ. ഒരു കടത്ത് കഴിച്ചങ്ങ് നിസ്കരിക്കുക. അപ്പം അള്ളാഹിനെ കിട്ടാതെ എന്തിനാ നിസ്കാരം? ഫവൈലുൽ ലിൽ മുസല്ലീൻ. നിസ്കരിക്കുന്നവർക്ക് നാശമാണെന്നാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. അള്ളാഹു നമുക്ക് 24 മണിക്കൂർ ഒരു ദിവസം തന്നില്ലേ? ഞാൻ ചോദിക്കട്ടെ, അതിലൊരു 1 അവർ, 1 മണിക്കൂർ മാത്രം, 1 മണിക്കൂർ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് പറ്റുമോ? 1 മണിക്കൂർ അള്ളയല്ലാത്തതൊന്നും വേണ്ട.
അള്ളയല്ലാത്തതൊന്നും വേണ്ട. 1 മണിക്കൂർ പറ്റുമോ നമ്മളെ കൊണ്ട്? പറ്റുമോ? വേണ്ട. 5 വക്ത് നിസ്കാരം എടുത്തു നോക്ക്. ഈ 5 വക്ത് നിസ്കാരത്തിലും അള്ളയല്ലാത്ത ചിന്ത ഒന്നും വരാത്ത വണ്ണം അള്ളാഹിനെക്കുറിച്ച് മാത്രം. അതും വിട്. ഈ 5 വക്ത് നിസ്കാരത്തിൽ ഏറ്റവും കൂടുതൽ അള്ളാഹിനെക്കുറിച്ച് ചിന്തിക്കാൻ എളുപ്പമുള്ള നിസ്കാരമാണ് ഇത് സുബ്ഹി. കാരണം എന്താ? വേറെ ദുനിയാവിൻ്റെ മാറാപ്പുകളിലൊന്നും ചെന്ന് ചാടാതെ നേരെ ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് അള്ളാഹുവിലേക്ക് വരുന്ന വഴിയാണ്. അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞ് കൈ കിട്ടിയാലും നമ്മുടെ മനസ്സ് കച്ചവടത്തിലായിരിക്കും, ദുനിയാവിൻ്റെ പുറകെയായിരിക്കും. അവിടെയും അള്ളാഹ് എന്ന് ചിന്തിക്കാൻ നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമ്മളിൽ 99.5% അങ്ങനെ തന്നെയാണ് അല്ലേ? ഈ മനസ്സിനെ നിയന്ത്രിക്കാൻ എന്തുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത്? ചിന്തിച്ചിട്ടുണ്ടോ? ഈ നഫ്സിനെ എന്തുകൊണ്ടാണ് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത്? എന്താ അതിൻ്റെ കാരണം? ചില സമയത്തൊക്കെ നമ്മൾ എന്തെങ്കിലുമൊക്കെ അറിയാതെ ആരോടെന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ട് വീട്ടിൽ വന്ന് നിന്നിട്ട് അങ്ങനെ പറയണ്ടായിരുന്നു, അവളെന്ത് വിചാരിച്ചിട്ടുണ്ടാവും? ഇതെപ്പോൾ ചിന്തിക്കണമായിരുന്നു? പറയുന്നതിന് മുൻപ് ചിന്തിക്കണമായിരുന്നു. അപ്പം എന്തുകൊണ്ടാണ് നമുക്ക് ചിന്തിക്കാൻ ഇത് നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത്? ഏതാനും ദിവസം, കുറച്ച് ദിവസം അള്ളാഹുവിൽ നിങ്ങളുടെ മനസ്സിനെ കേന്ദ്രീകരിക്കാൻ കഴിഞ്ഞാൽ നിങ്ങളുടെ ലെവലങ്ങ് മാറും. കുറച്ച് ദിവസം അള്ളാഹുവിൽ മാത്രം കേന്ദ്രീകരിച്ചാൽ, അള്ളാഹുവിൽ മാത്രം എന്ന് പറഞ്ഞ ഉസ്താദ് ഞങ്ങൾ ജോലിക്ക് പോകണ്ടേ, ഞങ്ങൾ കുടുംബമായിട്ട് ജീവിക്കണ്ടേ, അതൊക്കെ തെറ്റിദ്ധാരണയാണ് നിങ്ങളുടെ. അള്ളാഹുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ജോലി, അള്ളാഹുവിൽ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള കുടുംബജീവിതം, ആ കുടുംബജീവിതത്തിൽ ഞാൻ ഭർത്താവാണെന്നുള്ള ചിന്തയൊന്നും ഉണ്ടാവില്ല. മനോഹരമായിരിക്കും. നമ്മുടെ കുടുംബജീവിതത്തിൽ അള്ള വരണം, കച്ചവടത്തിൽ അള്ള വരണം, ഉറക്കത്തിൽ അള്ള വരണം, നടക്കുമ്പോൾ അള്ള വരണം, കഴിക്കുമ്പോൾ അള്ള വരണം, എല്ലായിടത്തും അള്ളാഹ്. അങ്ങനെ കുറച്ച് നാൾ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റിയാൽ ലെവലങ്ങ് മാറും. നിങ്ങൾ വേറെ ലെവലായിട്ട് മാറും. നിങ്ങൾ ആ മുത്തുവൈനയിലേക്ക് എത്തും. നിങ്ങൾക്ക് സലാം പറയാനായിട്ട് വഴിവെക്കിൽ മലക്കുകൾ ഇങ്ങനെ കാത്തു നിൽക്കും. മനുഷ്യന്മാർ വേറെ, മലക്കുകൾ കാത്തു നിൽക്കും. ഹബീബായ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇമാം മുസ്ലിം റഹിമഹുല്ല നിവേദനം ചെയ്യുന്നൊരു ഹദീസുണ്ട്. ഒരിക്കൽ ഹൻലല റളിയല്ലാഹു അൻഹുവിനെ കാത്തിങ്ങനെ, ഹൻലല റളിയല്ലാഹു അൻഹു ഇങ്ങനെ വഴിവെക്കിൽ നിൽക്കാൻ. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ കാണുമ്പോൾ ചോദിക്കുന്നുണ്ട്, കൈഫ അൻത യാ ഹൻലല, എന്തൊക്കെയുണ്ട് ഹൻലല വിശേഷം, സുഖല്ലേ? ഉടനെ ഹൻലല റളിയല്ലാഹു അൻഹു പറയുന്ന വാക്കെന്താണ്? നാഫഖ ഹൻലല യാ അബൂബക്കർ. നാഫഖ ഹൻലല, ഹൻലല മുനാഫിക്കായി പോയി അബൂബക്കറെ, ഹൻലല മുനാഫിക്കായി പോയി. ഹൻലല മുനാഫിക്കായി. കാഫിറായി എന്ന് പറയുന്നതിനേക്കാൾ ഇത്തിരി ഡേഞ്ചറാണ് മുനാഫിക്കായി എന്ന് പറയണത് അല്ലേ? അല്ലേ? ഡേഞ്ചറാണ് മുനാഫിക്ക എന്ന് പറയുന്നത്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, എന്താണ് സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് എന്തൊട്ട് വർത്താനം ഈ പറയണത്? മുനാഫിക്കായി എന്നോ? അപ്പോൾ ഹൻലല റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നകൂനു ഇൻദ റസൂലില്ലാഹ് യുദക്കിറുനാ ബിന്നാരി വൽ ജന്ന. അള്ളാഹിൻ്റെ ഹബീബിൻ്റെ സദസ്സിൽ നമ്മൾ ഇരിക്കുമ്പോൾ മുത്തുനബി സ്വർഗത്തെക്കുറിച്ച് പറയുമ്പോൾ സ്വർഗത്തിൽ ഇങ്ങനെ നടക്കണ പോലെ, നരകത്തെക്കുറിച്ച് പറയുമ്പോൾ നരകത്തിൽ വീണതുപോലെ, അള്ളാഹിനെക്കുറിച്ച് പറയുമ്പോൾ അള്ളാഹുവിൽ ഇങ്ങനെ മഹബത്തിൽ ലയിച്ച് നിൽക്കുന്നത് പോലെ. ഫൈദ ഖറജ്നാ മിൻ ഇൻദി റസൂലില്ലാ, റസൂലുള്ളാഹിൻ്റെ അടുക്കൽ നിന്ന് പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആ ചിന്തയൊന്നുമില്ല, ഈമാൻ ഇങ്ങനെ കുറഞ്ഞു വരികയാണ്, എനിക്ക് ആ ഫീലിംഗ് കിട്ടണില്ല. അതുകൊണ്ട് നാഫഖ ഹൻലല, ഹൻലല മുനാഫിക്കായിട്ടുണ്ട്. അപ്പോൾ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയാണ്, ഇങ്ങനെയാണെങ്കിലും മനുഷ്യന്മാരിൽ ആരും മുഅ്മിൻ ഉണ്ടാവില്ല, ഭൂരിഭാഗം എന്തായിരിക്കും? മുനാഫിക്കായിരിക്കും ഇല്ലേ? ഇപ്പോൾ ഈ സ്വബാഹുൽ ഖൈറിൽ പങ്കെടുക്കുമ്പോൾ ഈമാനൊക്കെ കിട്ടും. സ്വബാഹുൽ ഖൈറിന് പുറത്തേക്ക് ഇറങ്ങിയാലാ വിഷയമൊക്കെ മറന്നുപോയിട്ടുണ്ടാവും. മുനാഫിക്കായി എന്നാണ് പറയണത് ഹൻലല റളിയല്ലാഹു അൻഹു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹളറത്തിലേക്ക് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും ഹൻലല റളിയല്ലാഹു അൻഹുവും കൂടെ ചെല്ലുകയാണ്. നബി തങ്ങൾ ചോദിച്ചു, എന്താണ് ഹൻലല, എന്താണ്? ഹബീബായ തങ്ങളോട് പറയുന്നുണ്ട്, നാഫഖ ഹൻലല യാ റസൂലല്ലാഹ്, നബിയെ നബിയെ ഹൻലല മുനാഫിക്കായി പോയിട്ടുണ്ട് നബിയെ. വമാ ദാക യാ ഹൻലല, എന്താ അങ്ങനെ പറയാൻ കാരണം? നബിയെ, അങ്ങയുടെ അടുത്തിരിക്കുമ്പോൾ അള്ളാഹിനെ കിട്ടുന്നുണ്ട്, നരകം സ്വർഗ്ഗമൊക്കെ മനസ്സിലാവാനുണ്ട്, പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ദുനിയാവ് മാത്രമാണ് നബിയെ, ഇതൊക്കെ കുറഞ്ഞു വരികയാണ് നബിയെ. അപ്പം അള്ളാഹിൻ്റെ ഹബീബ് പറയുന്നുണ്ട്, ഫവല്ലദീ നഫ്സി ബിയദിഹി ലൗ തദൂമൂന അലാ മാ തകൂനൂന ഇൻദി വഫി ദിക്ർ, എൻ്റെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടിയതിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ, അള്ളാഹിൻ്റെ ദിക്റിൽ നിങ്ങൾ ഉറച്ചു നിന്നാൽ, കേവലം വായ കൊണ്ടുള്ള ദിക്റല്ല, ആ വായ കൊണ്ട് ചൊല്ലുന്നതിലൂടെ ഖൽബിലല്ല, കച്ചവടത്തിലല്ല, കുടുംബജീവിതത്തിലല്ല, മക്കളോടൊപ്പം കളിക്കുന്നിടത്തല്ല, അങ്ങനെ നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ലസ്വാഫഹ്തുമുൽ മലായിക, നിങ്ങളെ മലക്കുകൾ അങ്ങ് പൊതിയും. അലാ ഫുർഷിക്കും വഫി തുർക്കിക്കും, നിങ്ങളുടെ വഴിയിലും നിങ്ങളുടെ പുതപ്പിലും എല്ലായിടത്തും മലക്കുകൾ വന്ന് നിങ്ങളെ അങ്ങ് പൊതിഞ്ഞു പിടിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എങ്ങനെ?
അള്ളാഹ് എന്ന ചിന്തയിൽ എപ്പോഴും നിങ്ങൾക്ക് നിലനിൽക്കാൻ പറ്റിയാൽ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ ഭാര്യയോടൊപ്പം ഓടിച്ചിട്ട് മത്സരം നടത്തുമായിരുന്നു അല്ലേ, ഓട്ട മത്സരം നടത്തുമായിരുന്നു. അല്ലാഹ് ഉണ്ട് കൂടെ. ആരുണ്ട് കൽബിൽ? അല്ലാഹ് ഉണ്ട്. അല്ലാഹ് കൽബിലുള്ളത് കൊണ്ട് തന്നെ കുഞ്ഞു മക്കളോടൊപ്പം ആന കളിക്കുമായിരുന്നു മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അല്ലാഹ് കൽബിലുള്ളതോടൊപ്പം തന്നെ കച്ചവടം ചെയ്തിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് കൽബിലുണ്ടായിരിക്കെ തന്നെ ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കിച്ചണിൽ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അള്ളാഹുവുമായിട്ടുള്ള ബന്ധം ക്ലിയറാക്കി കഴിഞ്ഞാൽ നമ്മുടെ കുടുംബ ബന്ധം, മക്കളുമായിട്ടുള്ള ബന്ധം, കച്ചവട ബന്ധം എല്ലാം അള്ളാഹ് അങ്ങനെ ഓട്ടോമാറ്റിക്കലി ക്ലിയറാക്കി തരും. പക്ഷെ ഒറ്റയടിക്കത് പറ്റുമോ? ഒറ്റയടിക്കത് പറ്റൂലല്ലോ. എന്നല്ല സാഅത്തൻ വസാഅത്തൻ, കുറച്ചായിട്ട് അങ്ങനെ പരിശ്രമിക്കുക. കുറച്ച് നേരം അങ്ങനെ ഒന്ന് പരിശ്രമിച്ച് നോക്ക്. ഒരു 40 ദിവസം നിങ്ങൾ അല്ലാഹ് എന്ന ചിന്ത എല്ലായിടത്തും അല്ലാഹ് എൻ്റെ റബ്ബിന് ഇഷ്ടമല്ല. ഒരു കാര്യം കണ്ടു കഴിഞ്ഞാൽ അത് ഹറാമാണോ? ഹറാമായതുകൊണ്ട് ഞാൻ ഒഴിവാക്കുന്നു എന്നല്ല, എൻ്റെ റബ്ബിന് ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാൻ മാറ്റി വെക്കുന്നു. എൻ്റെ റബ്ബിന് ഇഷ്ടമുള്ളത് ഞാൻ സ്വീകരിക്കുന്നു. കച്ചവടത്തിൽ പലിശ വരുമ്പോൾ എൻ്റെ റബ്ബിന് അത് ഇഷ്ടമല്ല. കണ്ടോ അല്ലേ? ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ശണ്ട ഉണ്ടാകുമ്പോൾ വായിൽ തെറി വരുന്ന ഒരു സന്ദർഭമുണ്ട്. ഇല്ല, ഞാൻ വിളിക്കൂല, എൻ്റെ റബ്ബിന് അത് ഇഷ്ടമല്ല. ഞാൻ ഭർത്താവാണ്, ഞാൻ വലിയ ആളാന്ന് തോന്നുമ്പോൾ അടങ്ങ്. നീ അള്ളാൻ്റെ വെറും ഒരു അടിമയാണ്, അവളും അള്ളാൻ്റെ ഒരു അടിമയാണ്. നിങ്ങൾ രണ്ടുപേരും അള്ളാൻ്റെ അടിമകളാണ്. അതുകൊണ്ട് തന്നെ പരസ്പരം മനസ്സിലാക്കിയാണ് പോകേണ്ടത്. കണ്ടോ, എല്ലായിടത്തും അള്ളാഹ് വന്നു കഴിഞ്ഞാൽ 40 ദിവസത്തിൻ്റെ പ്രത്യേകത എന്താ? ഹബീബായ തങ്ങൾ പറയണില്ലേ, മൻ അഖ്ലസ ലില്ലാഹ് 40 യൗമൻ ലഹറത്ത് യനാബിഉൽ ഹിക്മതി മിൻ ഖൽബിഹി അലാ ലിസാനിഹി. 40 ദിവസം ഇഖ്ലാസോടുകൂടെ അള്ളാഹുവിൽ ലയിച്ച ഒരാൾ ജീവിച്ചാൽ, അള്ളാഹുവിൽ ലയിച്ച് എല്ലായിടത്തും അല്ല അല്ലേ, കച്ചവടത്തിലും അല്ല, കുടുംബത്തിലും അല്ല, എല്ലായിടത്തും അല്ല. അങ്ങനെ ലയിച്ചൊരാൾ ജീവിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവൻ്റെ ഹൃദയത്തിൽ അള്ളാഹു ഹിക്മത്ത് നൽകും. ആത്മജ്ഞാനത്തിൻ്റെ നീരുറവ അവൻ്റെ ഹൃദയത്തിൽ നിന്ന് പൊട്ടി അവൻ്റെ വായിലൂടെ പുറത്തേക്ക് വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. അവനിങ്ങനെ പല രഹസ്യങ്ങളും വിളിച്ചു പറയാൻ തുടങ്ങും. ഇങ്ങനെ കിട്ടും. 40 ദിവസം അല്ലാത്തതൊന്നും ഉണ്ടാകാൻ പാടില്ല. ഇത് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സെന്താണ്? അത് നടക്കൂലപ്പാ, ഒരു ദിവസം കൂടെ പറ്റൂല, പിന്നേലെ 40 പെട്ടുവോ? നമ്മൾ രക്ഷപ്പെടണ്ടേ? അള്ളാനെ ഒന്ന് കാണണ്ടേ? സമാധാനം ഒന്ന് ആസ്വദിക്കണ്ടേ? ഈ നരകജീവിതം മടുത്തില്ലേ മക്കളെ? ദുനിയാവിൻ്റെ പിന്നാലെ ഈ പ്രശ്നവും പരിഭവവും പറഞ്ഞ് ഓട്ടം മടുത്തില്ലേ നിങ്ങൾക്ക്? ഇനിയെങ്കിലും അള്ളാഹു വിളിക്കുന്നു. വാ, അവൻ വിളിക്കുന്നുണ്ട്. ഉദ്ഉനി, എന്നെ വിളിക്ക്, എന്നോട് ചോദിക്കുക എന്നതിന് പറയുന്നതിനേക്കാൾ അതിന് ഏറ്റവും നല്ല അർത്ഥം ഉദ്ഉനി, എന്നെ ചോദിക്ക്. നിങ്ങൾക്ക് ആ വരിയെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? ഉദ്ഉനി അസ്തജിബ് ലക്കും. നമ്മൾ സാധാരണ പറയുന്ന അർത്ഥം എന്താ? എന്നോട് ചോദിക്കുക, ഞാൻ നിങ്ങൾക്ക് തരാം. അതിലേറെ മനോഹരമായൊരർത്ഥം അതിനുണ്ട്. ഉദ്ഉനി, എന്നെ ചോദിക്ക്, ഞാൻ നിങ്ങൾക്ക് തരാം. അതിനാണ് നമ്മൾ ചോദിക്കണത്. മുസ്ലിങ്ങളായ അവൻ്റെ അടിമകളായ നമുക്ക് എന്താണ് വേണ്ടതെന്ന് പഠിച്ചവൻ അറിയാൻ പാടില്ലേ? പിന്നെ എന്തിനാ നമ്മൾ ചോദിക്കണേ? അത് ഒരു പ്രണയബന്ധമാണ്. വാപ്പാക്കറിയാം എൻ്റെ പിള്ളേർക്ക് എന്താ വേണ്ടതെന്ന് ഇല്ലേ? എന്നാലും വാപ്പ ചോദിക്കും മക്കളോട്, എന്താ എൻ്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടത്? വാപ്പയുടെ മോക്ക് എന്താ വേണ്ടത്? അവിടെ മോക്ക് എന്താ വേണ്ടത്? എനിക്കത് വേണം, ഇത് വേണം എന്നൊക്കെ പറയും അല്ലേ? പക്ഷെ വാപ്പ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഉത്തരം എന്താണത്? എനിക്കൊന്നും വേണ്ട, വാപ്പ ഇങ്ങോട്ട് വന്നാൽ മതി. ഈ ഉത്തരം ഉണ്ടല്ലോ, എൻ്റെ റബ്ബ് ഇത് ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ റബ്ബും ഈ വിളി കേൾക്കാൻ ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്ങനെ? ഉദ്ഉനി അസ്തജിബ് ലക്കും, എന്നോട് ചോദിക്കുമെന്ന് പറഞ്ഞു. നമ്മൾ ചോദിക്കണത്, പടച്ചോനെ കടം വീട്ടണേ, സങ്കടം മാറ്റണേ, കെട്ടിയോനെ നന്നാക്കണേ, മക്കളെ നന്നാക്കണേ, എന്നെ നന്നാക്കണേ, പ്രശ്നം തീർക്കണേ, കടം വീട്ടണേ, കച്ചവടത്തിൽ ബർക്കത്ത് തരണേ, എക്സാമിൽ ജയിപ്പിക്കണേ. വേണ്ട, നല്ലടോ. അല്ല ഇഷ്ടപ്പെടുന്നൊരു ചോദ്യമുണ്ട്. എനിക്ക് നിന്നെ തരണേ അല്ല, നിന്നെ അറിയാൻ, നിന്നെ മതിയല്ല എനിക്ക്. വേറൊന്നും വേണ്ട. ഉദ്ഉനി, എന്നെ ചോദിക്ക്, അസ്തജിബ് ലക്കും, ഞാൻ തരാം. അല്ലാ, എനിക്ക് നിന്നെ വേണം പടച്ചോനെ, നിന്നെ വേണം അല്ലാ. ചോദിച്ചിട്ടുണ്ടോ നമ്മൾ? കിട്ടും. ഒരു 40 ദിവസം അള്ളാഹ് എന്ന ചിന്തയിൽ മുഴുകി ജീവിച്ചു നോക്ക്. നമ്മുടെ ജീവിതം മറിയും എന്നുള്ളതാണ്. അള്ളാഹ്ക്ക് വേണ്ടി കച്ചവടം, അള്ളാഹ്ക്ക് വേണ്ടി കുടുംബം, എല്ലാം എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടാണ് അല്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് നഫ്സിൻ്റെ അവസ്ഥ 3 ഘട്ടങ്ങളാണ്. ഒന്ന് അമ്മാറത്തും ബിസൂ, ദുഷ്പ്രേരക മനസ്സാണ് ഏറ്റവും താഴേക്കടയിൽ കിടക്കുന്നത് അല്ലേ? അത് ദുഷ്ടത്തരം മാത്രമേ പറഞ്ഞു തരുള്ളൂ, ഒരു നല്ലത് നമുക്ക് പറഞ്ഞു തരൂല. ഉപ്പിനെന്താ എത്ര ഉപ്പ്? ഞാൻ പറഞ്ഞില്ലേ, ചോദിക്കും നമ്മളാരെങ്കിലും. ഉപ്പിനുപ്പാണ് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പഞ്ചസാരക്ക് എന്താണോ ഇത്ര മധുരം ചോദിക്കുമോ? ഇല്ല. കാരണം എന്താ? പഞ്ചസാരക്ക് മധുരമാണ്. എന്നതുപോലെ തന്നെ ഈ പറയുന്ന
നെഫ്സിൻ്റെ താഴേക്കിടയിലുള്ള ഈ നെഫ്സിൻ്റെ സ്വഭാവം എന്താണ്? നെഫ്സിൻ്റെ സ്വഭാവം അത് അമ്മാറത്തും ബിസു ആണ്, ദുഷ്പ്രേരണയാണ്, ഏറ്റവും തെമ്മാടിത്തരം ചെയ്യിപ്പിക്കലാണ്. ഹിയല്ലത്തി ചമീലു ഇല ത്വബീഅത്തിൽ ബദനിയ, ശാരീരിക ആശയിലേക്കാണ് അത് കൊണ്ടുപോവുക അല്ലേ? തിന്നണം, ഭുജിക്കണം, ഭോഗിക്കണം അല്ലേ? ഒരു മൃഗങ്ങളുടെ സ്വഭാവം പോലെ കഴിക്കുക, ഭോഗിക്കുക. ഇതിലപ്പുറം നെഫ്സ് നമ്മൾ ഒന്നിലേക്ക് പ്രേരിപ്പിക്കൂല. ഏത്? താഴേക്കിടയിലുള്ള ഈ അമ്മാറത്തും ബിസു ഉള്ള നെഫ്സ്. വതജ്ദിബുൽ ഖൽബ ഇലൽ ജിഹത്തി സുഫ്ലിയ, ഏറ്റവും താഴേക്ക് ഹൃദയത്തെയും ശരീരത്തെയും നാൽക്കാലികളേക്കാൾ താഴ്ന്നിടത്തേക്ക് നമ്മുടെ മനസ്സുകൊണ്ടോ എത്തിക്കും. ഇതാണ് എൻ്റെയും നിങ്ങളുടെയും മനസ്സിൻ്റെ പ്രകൃതി എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സിലൊരു പന്നിയുണ്ട്, ഒരു നായയുണ്ട്, ഒരു കഴുതയുണ്ട്, ഇതൊക്കെയുണ്ട്. എല്ലാ മൃഗങ്ങളുടെയും രൂപങ്ങൾ നമ്മുടെ കൽബിലുണ്ട്. ഈ മൃഗങ്ങളെയൊക്കെ മാറ്റാൻ ജിഹാദുൽ അക്ബർ വേണം. ശക്തമായി പോരാടണം, അള്ളാഹുവിന് വേണ്ടി ഇറങ്ങണം. ആരോട് പോരാടണം? ആരോട് ജിഹാദ് ചെയ്യണം? എൻ്റെ ശരീരത്തോട്, എൻ്റെ നെഫ്സിനോട്. നെഫ്സ് എന്തെങ്കിലുമൊക്കെ തെമ്മാടിത്തരം തോന്നിപ്പിക്കുമ്പോൾ ഇല്ലടാ ഞാനത് ചെയ്യില്ല, എൻ്റെ റബ്ബിനത് ഇഷ്ടമല്ല എന്ന് പറയുന്ന ഒരു മനോഗതിയിലേക്ക് നമ്മൾ എത്തിയാൽ, അങ്ങനെ പൊരുതി കഷ്ടപ്പെട്ടാലേ നടക്കുള്ളൂ. വെറുതെ ഒന്നും ഉണ്ടാവില്ല, വെറുതെ ഒന്നും സമാധാനം കിട്ടൂല. കഷ്ടപ്പെടണം. നിങ്ങൾ ഇട്ടടങ്ങാറാക്കും നെഫ്സ്. നിങ്ങളുടെ മനസ്സിൽ പല ചിന്തകളും തരും, നിങ്ങളെ സങ്കടപ്പെടുത്താൻ നോക്കും, പ്രയാസപ്പെടുത്താൻ നോക്കും. നടക്കൂലടാ, ഞാൻ തകരില്ല, എൻ്റെ നാഥൻ എന്നോടൊപ്പം ഉണ്ട് എന്നുള്ള ബോധ്യം അവിടെ ഉണ്ടാക്കി നോക്കിയേ, ഒരു ടെൻഷനും പിന്നെ നിങ്ങളെ തൊടാൻ കഴിയില്ല. അത്ര ഇടങ്ങാറാക്കും നമ്മുടെ നെഫ്സ്. ശൈത്താനേക്കാളും നമ്മൾ ഇടങ്ങാറാക്കും. അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. എന്തിനേറെ അമ്പിയാക്കരുടെയും ഔലിയാക്കരുടെയൊക്കെ നെഫ്സും ഇങ്ങനെ തന്നെ ആയിരുന്നു. അവരെ പിന്നെ അള്ളാഹ് പരിശുദ്ധരാക്കിയെടുത്തതാണ് അല്ലേ? യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാം സുലൈഖയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുന്ന നിരപരാധിത്വം തുറന്നു പറയുന്നൊരവസ്ഥ ഉണ്ട്. യൂസുഫ് 53 കാണാം, വമാ ഉബർരിഉ നഫ്സി ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ ഇല്ലാ മാ റഹിമ റബ്ബി ഇന്ന റബ്ബി ഗഫൂറുർ റഹീം. ഞാൻ എന്താണ് സുലൈഖയുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ കാരണം? ഞാൻ പരിശുദ്ധനാണ്, ഞാൻ നബിയാണ് എന്നൊന്നുമല്ല അവിടെ പറഞ്ഞത്. ഞാൻ എൻ്റെ മനസ്സിനെ കുറ്റവിമുക്തനാക്കുന്നില്ല. മനസ്സിൻ്റെ സ്വഭാവം, മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവം തൊട്ടാ അത് തെറ്റുകൊണ്ട് പ്രേരിപ്പിക്കൽ തന്നെയാണ്. എൻ്റെ പടച്ചോൻ്റെ കാരുണ്യമില്ലായിരുന്നെങ്കിൽ ഞാൻ പെട്ടുപോയേനെ. പൊങ്ങച്ചം കാണിച്ചില്ല. നമുക്ക് ഈ പൊങ്ങച്ചുണ്ടല്ലോ, ഞാൻ എന്നുള്ളൊരു ചിന്തയില്ലേ, അത് നെഫ്സിൻ്റെ സ്വഭാവമാണ്. അത് അമ്പിയാക്കൾക്ക് ഉണ്ടായിരുന്നില്ല. മനസ്സിലാകുന്നുണ്ടാ? അള്ളാഹു നമ്മളെ നന്നാക്കി തരുമാറാകട്ടെ. ഹബീബായ തങ്ങളോട് പോലെ അല്ലാഹ് പറയുന്നുണ്ട്, വലൗലാ അൻ സബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീലാ. നാം അങ്ങയെ ഉറപ്പിച്ച് നിർത്തിയില്ലായിരുന്നെങ്കിൽ അങ്ങിങ്ങനെ ആടിക്കളിച്ചേനെ. എങ്ങനെ? എൻ്റെ മുത്തുനബിയെ അങ്ങയെ നാം ഉറപ്പിച്ച് നിർത്തിയില്ലായിരുന്നെങ്കിൽ അങ്ങ് ഈ ഖുറൈശി മേലാളന്മാരോടൊപ്പം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചാഞ്ഞു നിന്നേനെ. കണ്ടോ, ഇന്ന് പലർക്കും ദീൻ പറയാൻ പറ്റാത്തത് എന്താ? രാഷ്ട്രീയക്കാരോടൊപ്പം ചാഞ്ഞു മറിഞ്ഞൊക്കെ നിൽക്കണമുണ്ടാണ്. ദീൻ പറയേണ്ടടുത്ത് ദീൻ പറയണം. അതിനു വേണ്ടിയിട്ടാണ് ഈ ഉലമാക്കളുടെ സംഘടനയൊക്കെ ഉണ്ടാക്കിയത്. ഒരു രാഷ്ട്രീയക്കാരനും വേണ്ടി ചായാനും മറിയാനും നിൽക്കരുത്. നേരെ വാ, അള്ളാഹുവിന് വേണ്ടി ദീൻ പറയണം. മുത്തുനബിയെ നാം അങ്ങേ ഉറപ്പിച്ച് നിർത്തിയില്ലായിരുന്നെങ്കിൽ അങ്ങ് ചാഞ്ഞും മറിഞ്ഞും പോയേനെ. പിന്നെ മൗലിയാക്കന്മാരുടെ കാര്യം പറയണോ? പൈസക്കാരും രാഷ്ട്രീയക്കാരും പറയുമ്പോൾ ഒന്ന് ചായും, മറ്റൊരു വരുമ്പോൾ ഒന്ന് ചായും. എടോ, നെഫ്സിൻ്റെ പിടിയിലാണവർ. അള്ളാഹുവിൻ്റെ കാരുണ്യമല്ലാതെ നമ്മൾ എന്താണ് രക്ഷപ്പെടുത്തുക? ഇന്നൻ നഫ്സ ലഅമ്മാറത്തും ബിസ്സൂ. നെഫ്സിൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ തന്നെ തിന്മയെ പ്രേരിപ്പിക്കലാണെന്നുള്ള പറയാണ്. ഇപ്പോൾ യൂസുഫിൽ തന്നെ കാണാമല്ലോ, സൂറത്ത് യൂസുഫിൽ കാണാം, വറാവദതുഹു അല്ലതി ഹുവ ഫീ ബൈതിഹാ അൻ നഫ്സി വഗല്ലഖത് അബ്വാബ വഖാലത് ഹൈത ലക്. എന്താണ് സംഭവം? സുലൈഖ ബീവി യൂസുഫ് നബി അലൈഹി സ്വലാമിനെ വശീകരിക്കാൻ വേണ്ടിയിട്ട് അണിഞ്ഞൊരുങ്ങി വന്നു. വാതിൽ കുറ്റിയിട്ടു. എന്നിട്ട് എന്താ പറഞ്ഞ്? വാ, എൻ്റെ അടുത്തേക്ക് വാ. ഖാല മആദല്ലാഹ്. അല്ലാഹുവിൽ അഭയം. ആരാ പറയണേ? നബിയുല്ലാഹി യൂസുഫ് അലൈഹിസ്സലാം. റബ്ബി ഇന്നഹു റബ്ബി അഹ്സനു മസ്വായ. വെറുമൊരു ഭൃതനായി വന്ന എന്നെ രാജസ്ഥാനത്തിലേക്ക് ഉയർത്തിയത് എൻ്റെ റബ്ബാണ്. ഇന്നഹു ലാ യുഫ്ലിഹുൽ ളാലിമൂൻ. അക്രമികൾക്ക് വിജയം ഉണ്ടാവില്ല, ഞാൻ അക്രമികളിൽ പെടൂല എന്ന്
നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. ആരാ പറയണേ? യൂസുഫ് നബി പറയാണ്. അപ്പോൾ എന്താ സംഭവിക്കണം? അള്ളാഹ് പറയുന്നുണ്ട്, വലഖദ് ഹമ്മത് ബിഹി, അവൾ അദ്ദേഹത്തിൽ ആകൃഷ്ടയായി. ആര്? സുലൈഖ ബീബി യൂസുഫ് നബിയിൽ ആകൃഷ്ടയായി. വഹമ്മ ബിഹ, അദ്ദേഹവും അവളിൽ ആകൃഷ്ടനായേനെ. എങ്ങനെ? അവൾ ആകൃഷ്ടയായി ഓൾറെഡി, അദ്ദേഹവും പെട്ടുപോയേനെ. ലൗലാ അൻ റആ ബുർഹാന റബ്ബി, ലൗലാ അൻ റആ ബുർഹാന റബ്ബിഹി, റബ്ബിൻ്റെ ദൃഷ്ടാന്തം നേരിട്ട് കണ്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം പെട്ടുപോയേനെ. നമുക്ക് മനസ്സിലായില്ല? ആ കൽബിനെ, നെഫ്സിനെ സ്ഫുടം ചെയ്യാൻ എല്ലാവരും ശ്രമിക്കുകയാണ്. നബിമാരങ്ങനെയാണല്ലോ, സ്ഫുടം ചെയ്ത് പരിശുദ്ധിയിലേക്ക് അവരെത്തുമ്പോൾ അവർ പെട്ടുപോയേനെ. ആ പെട്ടുപോകുന്നതിൽ നിന്ന് അവരെ രക്ഷിച്ചത് അള്ളാൻ്റെ ഒരു ദൃഷ്ടാന്താണ്. അപ്പോൾ സുലൈഖയിലേക്ക് യൂസുഫ് നബിയും പെട്ടുപോയേനെ. പക്ഷെ പെട്ടുപോകാതെ യൂസുഫ് നബിയെ പിടിച്ചു നിർത്തിയതെന്താണ്? പടച്ചോൻ്റെ ദൃഷ്ടാന്താണെന്നായി പറയണത്. എന്താണ് ആ ദൃഷ്ടാന്തം? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, അത് റഅ സൂറത്ത് അബീഹി യഅഖൂബ് അലൈഹിസ്സലാം. സുലൈഖ അദ്ദേഹത്തെ കയറി പിടിക്കാൻ വന്നപ്പോൾ മുമ്പിൽ യഅഖൂബ് നബി അങ്ങ് പ്രത്യക്ഷപ്പെട്ടു. സ്വന്തം വാപ്പ മുമ്പിൽ നിൽക്കുമ്പോൾ ഏത് മകനാണ് പെട്ടുപോകാൻ തോന്നുക? അള്ളാൻ്റെ സഹായമാണ് അവിടെ ലഭിക്കുന്നത്. മറ്റൊരു റിപ്പോർട്ടിൽ ഇങ്ങനെ കാണാം, മറ്റൊരു തഫ്സീറിൽ ഇങ്ങനെ കാണാം, ആകാശത്തേക്ക് യൂസുഫ് നബി ഇങ്ങനെ നോക്കുന്നുണ്ട്. നോക്കുമ്പോൾ അവിടെ ഒരു കിതാബ്, അള്ളാഹുവിൻ്റെ വേദം കാണുന്നുണ്ട്. അതിൽ എഴുതിയിട്ടുണ്ട്, വലാ തഖറബു സിന ഇന്നഹു കാന ഫാഹിഷ, വ്യഭിചാരത്തിലേക്ക് അടുക്കരുതേ, അത് കടുത്ത തെമ്മാടിത്തരാണ്. കണ്ടോ? അപ്പോൾ അള്ളാഹുവിൻ്റെ ബുർഹാൻ, അള്ളാഹിൻ്റെ തെളിവ്, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തം അവിടെ കിട്ടി. ആർക്ക്? നബിയുല്ലാഹി യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അപ്പം നമ്മൾ പറഞ്ഞു വന്ന വിഷയം, നമ്മുടെ നെഫ്സിൻ്റെ പ്രകൃതി അത് നമ്മെ നാശത്തിലേക്ക് എത്തിക്കലാണ്, നമ്മെ നശിപ്പിക്കലാണ്. അപ്പോൾ അതിനെതിരെ ജിഹാദ് ചെയ്യണം. ജിഹാദ് ചെയ്യുന്നവർക്ക് അള്ളാഹു ബുർഹാൻ തരും. ആ ബുർഹാനിലൂടെ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെ ജിഹാദ് ചെയ്യുന്നവർക്ക് നിസ്കാരത്തിൽ അള്ളാനെ കിട്ടും, അള്ളാനെ ആസ്വദിക്കാൻ പറ്റും. അള്ളാഹു തൗഫീക്ക് കിട്ടി. അള്ളാനെ അറിയുന്ന ക്ലാസ് കൊണ്ട് എല്ലാവർക്കും ഉപകാരമുണ്ടോ? ഉണ്ടെങ്കിൽ പറയണം കേട്ടോ. അള്ളാഹു ജീവിതത്തിൽ ഇതൊക്കെ അന്വർത്ഥാക്കാൻ തൗഫീക്ക് നൽകട്ടെ. ഭൂരിഭാഗം യൂട്യൂബിൽ നിങ്ങൾ 99% ക്ലാസ് എടുത്ത് നോക്കിക്കോ, ഇങ്ങനെ ആരും പറഞ്ഞു തരുന്നുണ്ടാവില്ല. ഞാൻ പൊങ്ങച്ചം പറയല്ല, ഇങ്ങനത്തെ ക്ലാസ് ആരും എടുത്ത് തരണില്ല. അള്ളാനെ അറിയാനായിട്ട് ഇവിടെ അള്ളാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞ യുദ്ധമാണ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്താണെന്ന് ആർക്കും അറിയില്ല. നമുക്കത് പഠിക്കണ്ടേ? വേണ്ട, ഇല്ലാതെ നമ്മൾ ജീവിക്കണം. എന്തിനാണ്? അള്ളാനെ അറിഞ്ഞ് ഇബാദത്ത് ചെയ്യാൻ അവൻ ഇങ്ങോട്ട് പറഞ്ഞു അയച്ചത്. നമ്മൾ അള്ളാനെ അറിഞ്ഞിട്ടില്ല, കുറേ തലകുത്തി മറിഞ്ഞിട്ട് കാര്യമില്ലല്ലോ. നിസ്കാരമാവണ്ടേ? അത് അള്ളാഹുവിനുള്ള മേറാജാവണ്ടേ? വേണ്ടേ? അള്ളാഹുമായിട്ട് മുനാജാത്ത് ചെയ്യാൻ ഒറിജിനാലിറ്റിയോട് നമുക്കത് അനുഭവിക്കാൻ പറ്റണ്ടേ? അള്ളാഹു അത് ആസ്വദിക്കാൻ തൗഫീക്ക് നൽകട്ടെ. പതിവായി ചൊല്ലുന്ന ദിക്ർ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته. അർഹമുർറാഹിമായ കരുണക്കടലായ തമ്പുരാൻ ഈ സദസ്സ് സ്വീകരിക്കട്ടെ. ഇന്നിപ്പോൾ ചോദ്യമില്ല, ചോദ്യം നമുക്ക് നാളെ ആക്കാം അല്ലേ? നാളെ പോരെ? നാളെ മതിയോ? നാളെ ചോദിക്കാം നമുക്ക് ഇൻഷാ അല്ലാഹ്. അള്ളാഹു ഇന്ന് കുറേ ചോദ്യവും വേറെ ദുആകളൊന്നുമില്ല. ഇന്നത്തെ ഈ ഒരു വിഷയം മനസ്സിലാക്കിയാൽ തന്നെ നമ്മുടെ മനസ്സിലേക്ക് സമാധാനം വരും. പടച്ചവൻ ഒരുപാട് ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ട് പ്രയാസങ്ങൾ പറഞ്ഞിട്ട്. എല്ലാവരുടെയും പ്രയാസങ്ങൾ അല്ലാഹു റബ്ബുൽ ആലമീൻ നീക്കി തരട്ടെ. അവനെ അറിയാൻ, അവനെ ഉൾക്കൊള്ളാൻ, അവനെ ആസ്വദിക്കാൻ, അവനെ പ്രണയിക്കാൻ, അങ്ങനെ ജീവിക്കാൻ അല്ലാഹു തൗഫീക്ക് നൽകട്ടെ. ബിഹഖി സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.